നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തലസ്ഥാനം വിട്ടത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. 10 വർഷത്തെ ഭരണത്തിന് വിരാമമിട്ട് അദ്ദേഹം പടിയിറങ്ങുകയാണെന്നും തോൽവി ഭയന്നാണ് മടക്കമെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചാരണം ശക്തമാണ്. എന്നാൽ ഈ പരിഹാസതന്ത്രങ്ങൾക്കപ്പുറം മുഖ്യമന്ത്രിയുടെ ഈ യാത്രയ്ക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളും ആത്മവിശ്വാസവുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൌസിൽ നിന്നും സ്വന്തം നാടായ കണ്ണൂരിലേക്ക് മുഖ്യമന്ത്രി പുറപ്പെട്ടതാണ് വിവാദങ്ങൾക്ക് ആധാരം. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പ് മേധാവികളെ നേരിൽ കണ്ട് അദ്ദേഹം നന്ദി അറിയിച്ചതും വിടവാങ്ങൽ എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. എക്സിറ്റ് പോൾ ഫലങ്ങൾ UDFന് മുൻതൂക്കം പ്രവചിച്ചതിന് പിന്നാലെയാണ് ഇത്തരമൊരു നീക്കമെന്നത് ആരോപണങ്ങളുടെ മൂർച്ച കൂട്ടി. വീണ്ടും കാണാം എന്ന ഉറപ്പോടെ അദ്ദേഹം മടങ്ങിയത് പലരും പരാജയത്തിന് മുന്നോടിയായുള്ള പിന്മാറ്റമായി ചിത്രീകരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ്. തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം മണ്ഡലത്തിലെ വരണാധികാരിയിൽ നിന്നും നേരിട്ട് വിജയ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുക എന്നത് അദ്ദേഹത്തിന്റെ പതിവ് രീതിയാണ്. ഇതിനുവേണ്ടിയാണ് വോട്ടെണ്ണൽ ദിനത്തിന് മുന്നോടിയായി അദ്ദേഹം കണ്ണൂരിലെത്തിയത്. വോട്ടെണ്ണൽ ദിനത്തിൽ സ്വന്തം മണ്ഡലത്തിൽ സന്നിഹിതനാകുക എന്നത് ഒരു സ്ഥാനാർത്ഥിയുടെ രാഷ്ട്രീയമായ ആവശ്യം കൂടിയാണ്. 2021 ചരിത്രപരമായ ഭരണ തുടർച്ചയുടെ സമയത്തും വോട്ടെണ്ണൽ വേളയിൽ മുഖ്യമന്ത്രി കണ്ണൂരിലായിരുന്നു. അന്ന് കണ്ണൂരിൽ വെച്ചാണ് അദ്ദേഹം വിജയവാർത്ത കേട്ടതും മാധ്യമങ്ങളെ കണ്ടതും. തന്റെ രാഷ്ട്രീയ തട്ടകത്തിലിരുന്ന് വിജയപ്രഖ്യാപനം നടത്തുക എന്നത് അദ്ദേഹം വർഷങ്ങളായി പിന്തുടരുന്ന ശൈലിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ യാത്രയിൽ പുതുമയൊന്നുമില്ല. 5 വർഷം മുൻപ് കേരളം കണ്ട അതേ ചിത്രം 2026 ആവർത്തിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് പിണറായി വിജയൻ. ഭരണവിരുദ്ധ വികാരം എവിടെയും പ്രകടമല്ലെന്നും ജനങ്ങൾ വികസനത്തിന് വോട്ട് ചെയ്തിട്ടുണ്ടെന്നുമാണ് മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ. ഈ കോൺഫിഡൻസ് തന്നെയാണ് വകുപ്പ് അധ്യക്ഷന്മാരോട് വീണ്ടും കാണാം എന്ന് പറഞ്ഞു മടങ്ങാൻ അദ്ദേഹത്തിന് കരുത്തേകുന്നത്. 2021 ധർമ്മടത്തെ വിജയ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിരുന്നു കണ്ണൂരിലെ തങ്ങൽ. സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരോട് അദ്ദേഹം യാത്ര പറഞ്ഞത് നന്ദി സൂചകമായാണ്. 10 വർഷം നീണ്ട ഭരണകാലയളവിൽ ഒപ്പം നിന്നവർക്ക് കൃതജ്ഞത അറിയിക്കുക എന്നത് ഒരു ഭരണാധികാരിയുടെ കടമയാണ്. അതിനെ തോൽവിയുമായി ബന്ധിപ്പിക്കുന്നത് കേവലം രാഷ്ട്രീയ വൈരാഗ്യം മാത്രമാണെന്ന് LDF വക്താക്കൾ പറയുന്നു. വിടവാങ്ങൽ എന്നതിലുപരി ഒരു ദൗത്യം പൂർത്തിയാക്കിയതിന്റെ സംതൃപ്തിയാണ് അവിടെ കണ്ടത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ കോൺഗ്രസ് ക്യാമ്പുകളിൽ ആവേശം വിതറുന്നുണ്ടെങ്കിലും താൻ നേരിട്ട് ജനങ്ങൾക്കിടയിൽ നിന്നും ലഭിച്ച വിവരങ്ങളെയാണ് മുഖ്യമന്ത്രി വിശ്വസിക്കുന്നത്. LDF തട്ടങ്ങളിൽ അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടില്ലെന്നും താഴെത്തട്ടിലെ റിപ്പോർട്ടുകൾ അനുകൂലമാണെന്നുമാണ് ക്ലിഫ് ഹൌസിൽ നിന്നുള്ള സൂചന. അതുകൊണ്ട് തന്നെ പരാജയഭീതി എന്ന പ്രചാരണം അദ്ദേഹം പുച്ഛിച്ചു തള്ളുന്നു. തോൽവി ഭയന്നാണ് പിണറായി തിരുവനന്തപുരം വിട്ടതെന്ന വാദം രാഷ്ട്രീയ എതിരാളികൾ ആഘോഷമാക്കുമ്പോഴും ഇടത് ക്യാമ്പ് ഇതിനെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. മുഖ്യമന്ത്രിയുടേത് പടിയിറക്കമല്ല, മറിച്ച് വിജയശ്രീലാളിതനായി മടങ്ങിവരാനുള്ള ഒരു ചെറിയ ഇടവേള മാത്രമാണെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. ആത്മവിശ്വാസത്തിന് തെല്ലും കുറവില്ലാത്ത സമീപനമാണ് മുഖ്യമന്ത്രിയുടേതെന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. വോട്ടെണ്ണലിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കേരളം ഉറ്റുനോക്കുന്നത് പിണറായിയുടെ ഈ ആത്മവിശ്വാസത്തെയാണ്. അദ്ദേഹം കണ്ണൂരിൽ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങി തിരുവനന്തപുരത്തേക്ക് മുഖ്യമന്ത്രിയായി തന്നെ തിരിച്ചെത്തുമോ അതോ പടിയിറക്കം യാഥാർത്ഥ്യമാകുമോ എന്നതാണ് ചോദ്യം. സോഷ്യൽ മീഡിയയിലെ കളിയാക്കലുകൾക്ക് മറുപടി ഫലം വരുന്നതോടെ വ്യക്തമാകുമെന്ന് CPM ഉറച്ചു വിശ്വസിക്കുന്നു. പ്രചാരണ വേളയിൽ ഉന്നയിക്കപ്പെട്ട CPM-BJP ഡീൽ ആരോപണങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും ജനവിധിയെ സ്വാധീനിച്ചിട്ടില്ലെന്ന് പിണറായി വിശ്വസിക്കുന്നു. ലൈഫ് മിഷൻ പദ്ധതിയും ക്ഷേമ പെൻഷനുകളും വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങൾ കൈവിടില്ലെന്ന ഉറച്ച നിലപാടിലാണ് അദ്ദേഹം. കണ്ണൂരിലെ ധർമ്മടം മണ്ഡലത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിക്കാനാണ് പിണറായി വിജയൻ ലക്ഷ്യമിടുന്നത്. ഈ സാഹചര്യത്തിൽ വോട്ടെണ്ണൽ ദിവസം മണ്ഡലത്തിൽ സന്നിഹിതനായിരിക്കുക എന്നത് ഒരു സ്ഥാനാർത്ഥിയുടെ ഉത്തരവാദിത്തം കൂടിയാണ്. തിരഞ്ഞെടുപ്പ് ഫലം വന്നാലുടൻ വരണാധികാരിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. മുഖ്യമന്ത്രിയുടെ യാത്രയെക്കുറിച്ചുള്ള പരിഹാസങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോഴും അദ്ദേഹം അതിലൊന്നും അസ്വസ്ഥനല്ല. വോട്ടെണ്ണൽ ദിവസം രാവിലെ പിണറായിയിലെ വീട്ടിലിരുന്ന് TV-യിലൂടെ ഫലം വിലയിരുത്താനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. തന്റെ ഗ്രാമത്തിന്റെ ശാന്തതയിലിരുന്ന് ചരിത്രവിജയം വീക്ഷിക്കാനാണ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നത്. പിണറായി വിജയൻ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ മുന്നണിയെ നയിച്ച തിരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തന്നെ വിജയം ഉറപ്പിച്ചു തന്നെയാകണം അദ്ദേഹം കണ്ണൂരിലേക്ക് വണ്ടി കയറിയത്. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ വ്യക്തമാകുന്ന ലീഡ് നിലകൾ ഈ ആത്മവിശ്വാസത്തെ ശരിവെക്കുമോ എന്ന് കണ്ടറിയണം. ഓരോ വോട്ട് പെട്ടി തുറക്കുമ്പോഴും അത് തന്റെ കണക്കുകൂട്ടലുകൾ ശരിവെക്കുമെന്ന് അദ്ദേഹം കരുതുന്നു. മുൻപും നിർണായക ഘട്ടങ്ങളിൽ കണ്ണൂരിലെ തന്റെ താവളത്തിലേക്ക് മടങ്ങുന്ന ശീലം പിണറായിക്കുണ്ട്. അവിടെ നിന്നാണ് അദ്ദേഹം തന്റെ അടുത്ത നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിൽ നിന്നല്ല, മറിച്ച് പോരാട്ടങ്ങളുടെ മണ്ണിൽ നിന്ന് വിജയം പ്രഖ്യാപിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വ്യക്തിത്വത്തിന്റെ ഭാഗം കൂടിയാണ്. ചുരുക്കത്തിൽ മുഖ്യമന്ത്രിയുടെ കണ്ണൂർ യാത്ര തോൽവി ഭയന്നുള്ള ഒളിച്ചോട്ടമല്ല, മറിച്ച് വിജയത്തിന്റെ വരണാധികാരി സാക്ഷ്യപത്രം വാങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. ഫലം വരുമ്പോൾ രാഷ്ട്രീയ കേരളം ആരെ സ്വീകരിക്കുമെന്ന് കാത്തിരുന്നു കാണാം. പിണറായിയുടെ വീണ്ടും കാണാം എന്ന വാക്ക് യാഥാർത്ഥ്യമാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. പരാജയഭീതി എന്ന പ്രചാരണം കേവലം ഒരു പരിഹാസതന്ത്രമായി മാത്രം അവശേഷിക്കാനാണ് സാധ്യത.